ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സുഖിയനാണ് കേട്ടോ. ഇത് നമ്മൾ എണ്ണയൊന്നും ഇല്ലാണ്ട് നമ്മൾ എങ്ങനെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സുഖിയൻ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമ്മുടെ സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പയർ ഞാൻ ഓവർനൈറ്റ് വെള്ളത്തിൽ വെച്ചതാണ് കേട്ടോ. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നതാണ്. ഓവർനൈറ്റ് വെള്ളത്തിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുക്കറിനകത്ത് ഒരു പ്രാവശ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അത് ഓരോ കുക്കറിൻ്റെ അനുസരിച്ചാണ്. എൻ്റെ കുക്കർ എനിക്ക് ഒരു പ്രാവശ്യം അടിച്ചെടുത്താൽ മതി. ഈ 2 കപ്പ് പയറിന് 2 കപ്പ് വെള്ളം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഒത്തിരി വെന്ത് പോകാൻ പാടില്ല കേട്ടോ. ഇപ്പം നമ്മുടെ പയർ ഞാൻ കുക്കറിനകത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ വറ്റാനുണ്ട്. അപ്പോൾ ആ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നിങ്ങൾ പയർ കുതിരാൻ വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം കൂടെ എക്സ്ട്രാ ഒഴിച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അല്ലെങ്കിൽ വെന്ത് വരാൻ പാടായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടത്തിൽ തന്നെ 3 ടേബിൾ സ്പൂൺ റൈസ് പൊടിയില്ലേ, നമ്മുടെ അരിപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടത്തിൽ തന്നെ നമുക്ക് ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഒന്നിച്ച് ഒഴിക്കാൻ പാടില്ല. നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ വേണം നമുക്ക് ഒഴിച്ച് കിട്ടാനായിട്ട്. ആ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് കിട്ടാനായിട്ട്. അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതിയേ. ഇത് നന്നായിട്ട് ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ഭാഗം ശർക്കരയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഈ ശർക്കര മൊത്തം എടുക്കുന്നില്ല. ഞാനൊരു 1/4 ഭാഗം എടുക്കുന്നുള്ളൂ. ഇനി നമുക്കത് ചീകി എടുത്തതിന് ശേഷം നന്നായിട്ട് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ശർക്കരയെല്ലാം ഞാൻ ചീകി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കണം. കൂടാതെ നമ്മുടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം ഇതിനകത്ത് എന്തെങ്കിലും കല്ലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്, കല്ല് കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. അത് നമുക്കിനി അരിച്ചെടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഇത് 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ 4 ഏലക്ക നന്നായിട്ട് ചതച്ച് പൊടി രൂപത്തിൽ ആക്കി വെച്ചേക്കുന്നതാണ്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. കൂട്ടത്തിൽ തന്നെ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ച് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മുടെ സുഖിയൻ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇഡ്ഡലിത്തട്ടാണ്. ഇഡ്ഡലിത്തട്ടിൻ്റെ പാത്രത്തിലൂടെ നമുക്ക് ശകല എണ്ണയും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത്
ഉരുട്ടിയെടുക്കേണ്ടതുണ്ട്. നമുക്ക് ഓരോ ഉരുളകളായിട്ട് നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് മുഴുപ്പായിട്ട് ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന മാവുണ്ടല്ലോ അതിനകത്തേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റീം ചെയ്യുന്ന പാത്രത്തോട് നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ലിഡ് വെച്ചത് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. നമുക്കൊരു 30-35 മിനിറ്റ് വരെ വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തോട്ട് മാറ്റാവുന്നതാണ്. അതോടൊപ്പം അധികം എണ്ണ ഇല്ലാണ്ട് ഉപയോഗിക്കുന്ന സുഖിയനാണിത്. നമ്മൾ മറ്റ് സാധാരണ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒത്തിരി എണ്ണ വേണമല്ലോ, നമുക്ക് ഒത്തിരി എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട. ഇത് വളരെ ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കൂടാതെ തന്നെ ബെൽ ബട്ടൺ അമർത്തുകയെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്